എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് തേങ്ങ പറയുന്നത്, നാളെയല്ലേ ക്രിസ്മസ് എന്ന്. അതേ നാളെയാണ്, പക്ഷേ ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. നാളെ ഞാൻ ഏത് കോലത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം പ്രകാശം പരക്കട്ടെ. ദേ ഇവനെ കണ്ടു. ഇവനില്ലാതെ മലയാളികൾക്ക് എന്ത് ക്രിസ്മസ് ആഘോഷമല്ലേ. ഞാൻ ഓരോ തവണയും ഈ ക്രിസ്മസ് കേക്ക് മേടിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകും. കാരണം ഇന്ന് എനിക്ക് 1, 2, 3 ക്രിസ്മസ് കേക്ക് വാങ്ങിക്കാൻ കഴിവുണ്ട്. അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ. പക്ഷേ പണ്ട് ഞാനും എൻ്റെ ആങ്ങളെയും ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ക്രിസ്മസിൻ്റെ സമയത്ത് ചിലപ്പം ഇത് വാങ്ങിച്ച് തരത്തില്ല എന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ല, നമുക്ക് പൈസ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചും എൻ്റെ ആങ്ങളെ പഠിപ്പിച്ചതും പശുവിനെ വെള്ളത്തിയും ചാണകം വാരിയും പശുവിൻ്റെ പാല് വിറ്റുമൊക്കെയാണ് നമ്മൾ ഇത്രയും വരെ എത്തിയതും ഇത്രയും വരെ എത്തിച്ചതും. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറയിൽ ഒരു അച്ചായനും അമ്മാമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചത് മുതൽ അവരെനിക്ക് ഈ ഒരു കേക്കിൻ്റെ പീസ്, ഞങ്ങളുടെ വീട്ടിൽ 4 പേരായിരുന്നുള്ളൂ. ആ 4 കഷ്ണം കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്രിസ്മസ് മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം ഇവർ ആ ക്രിസ്മസിന് കൊണ്ടു തന്നില്ല കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോൾ. അവരുടെ വീട്ടിൽ എന്തോ വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണമാണ് കൊണ്ടു തരാഞ്ഞത്. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഇവരൊരു 4 കഷ്ണം കേക്കുമായിട്ട് വന്നപ്പം എനിക്കും എൻ്റെ ആങ്ങളയ്ക്കും ഉണ്ടൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു സന്തോഷമായിരുന്നു. പിന്നെ അന്നേരം ഞാൻ കഴിച്ച കേക്കിൻ്റെ സ്വാദൊന്നും ഞാനിപ്പോൾ എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാലും ഈ കേക്കിനൊന്നും എനിക്കത് ഫീൽ ചെയ്യാനേ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അനുഭവിച്ചവരുണ്ടെങ്കിലേ അവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മൾ അത്രയും കഷ്ടതയിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഞാൻ എപ്പോഴും ഇത് കേക്ക് കഴിക്കുമ്പോൾ ഞാൻ അവരെ 2 ആളെയും ഞാൻ ഓർക്കാറുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോഴും അവരെ പോയി കണ്ടായിരുന്നു. അച്ചായൻ മരിച്ചുപോയി, അമ്മാമ്മ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും അമ്മയെ വിളിക്കുമ്പോൾ അവരെ തിരക്കാറുണ്ട്. അപ്പോൾ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. ബൈ.